Model question paper. KTU BTech first year, first semester, Group C. GCCYT 122. Chemistry for Physical Science. ഈ സബ്ജക്റ്റിലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെയും പാർട്ട് എ, പാർട്ട് ബി എന്ന് പറഞ്ഞ രണ്ട് പാർട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരിക്കുന്നത്. മാക്സിമം മാർക്ക് 60, ദെൻ ഡ്യൂറേഷൻ 2 hours 30 minutes. ഇവിടെ ഫസ്റ്റ് പാർട്ട് എയിൽ 4 മൊഡ്യൂളിനും 2 ക്വസ്റ്റ്യൻ വെച്ചിട്ട് 3 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻസ്, ടോട്ടൽ ഓഫ് 24 മാർക്സ്. പാർട്ട് ബി 4 മൊഡ്യൂൾസിന് 9 മാർക്സിൻ്റെ 2 ക്വസ്റ്റ്യൻ അവിടെ ഓപ്ഷൻ ഉണ്ടായിരിക്കുന്നതാണ്. വിച്ച് മീൻസ് ഫസ്റ്റ് പാർട്ട് എ 1 to 8, ക്വസ്റ്റ്യൻ നമ്പർ 1 to 8 വരെ പാർട്ട് എ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അത് അവിടെ ഓപ്ഷനൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ കമ്പൽസറി ആയിട്ട് നിങ്ങൾ എഴുതിയെടുത്തെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്ന ഓരോ ക്വസ്റ്റ്യനും 3 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ബട്ട് പാർട്ട് ബിയിൽ 9 to 16 ക്വസ്റ്റ്യൻ നമ്പർ 16 വരെ അവിടെയും ഓരോ മൊഡ്യൂളിൽ നിന്നും 2 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. പക്ഷേ അവിടെ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. ഓരോ ക്വസ്റ്റ്യനും 9 മാർക്സാണ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനുണ്ടാവുക. ഓരോ മൊഡ്യൂളിനും 9 മാർക്സ് സ്കോർ ചെയ്യാനുണ്ടാവും. അപ്പോൾ പാർട്ട് ബിയിൽ 36 മാർക്സും പാർട്ട് എയിൽ 24 മാർക്സും. അപ്പോൾ ടോട്ടൽ 60 മാർക്സാണ് നിങ്ങൾ സ്കോർ ചെയ്യേണ്ടത്. ദെൻ ഇവിടെ മിനിമം 24 മാർക്സ് നിങ്ങൾ പാസ് മാർക്കായിട്ട് സ്കോർ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങളത് ക്വാളിഫൈഡ് ആവുള്ളൂ, പാസ്സായിട്ട് ക്വാളിഫൈഡ് ആവുള്ളൂ. ഇൻറ്റേർണലി 26ഉം എക്സ്റ്റേണലി നമ്മൾ ഈ എൻഡ് സെമസ്റ്റർ എക്സാമിനേഷനിൽ നിന്ന് 24 മാർക്സും സ്കോർ ചെയ്താൽ നിങ്ങൾക്ക് ടോട്ടൽ ഓഫ് 50 കിട്ടുന്നു. ആ 50 സ്കോർ ചെയ്താൽ നിങ്ങൾ പാസ് മാർക്കായി, നിങ്ങൾക്ക് പാസ്സാവാനുള്ള മാർക്ക് സ്കോറായി. അല്ലാതെ ഇൻറ്റേർണൽ മാർക്ക് 20 ഔട്ട് ഓഫ് 40ൽ 26 ഇല്ല എങ്കിൽ ഇവിടെ നമ്മൾ എഴുതിയെടുക്കുന്ന സെമസ്റ്റർ എക്സാമിനേഷൻ നിങ്ങൾക്ക് അത്രത്തോളം സ്കോർ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ എഴുതിയിട്ട് സ്കോർ ചെയ്താൽ ടോട്ടൽ ഓഫ് 50യും വിച്ച് മീൻസ് ഇൻറ്റേർണലും എക്സ്റ്റേണലും കൂടെ 50യും സ്കോർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഓക്കെ, അത് പാസ്സാവും. അല്ലാതെ എന്ത് തന്നെയാണെങ്കിലും എക്സ്റ്റേണലി നമ്മൾ എഴുതി കിട്ടുന്ന മാർക്ക് 24 മാർക്സ് നിർബന്ധമായിരിക്കണം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. പാർട്ട് എ, ആൻസർ ഓൾ ക്വസ്റ്റ്യൻസ്, ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 3 മാർക്സ്. ഇത് ഗ്രൂപ്പ് സിയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഫോളോയിങ്. അനലിംഗ് പോയിൻറ്റ്, ഫ്ലാഷ് പോയിൻറ്റ് 1.5 മാർക്സ് ഇതായിരിക്കും. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ദെൻ സെക്കൻഡ്, ഗീവ് എനി 3 ആപ്ലിക്കേഷൻസ് ഓഫ് കാർബൺ നാനോ ട്യൂബ്സ്. Third one, represent electrode reaction at different electrodes of lithium ion cell during discharging. ലിഥിയം അയോൺ സെല്ലിൻ്റെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കിക്കോളാം. അതിലുള്ള റിയാക്ഷൻസ് ഒക്കെ പഠിച്ച് പോയിക്കൊള്ളാം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ EMF ഓഫ് ദ ഫോളോയിങ് സെൽ. Zn bar Zn2 plus 0.3 molar, double bar means salt bridge, Ag plus 0.04 molar, Ag at 25 degrees Celsius. Write the cell reaction. The E0 cell is 1.56 volt at 25 degrees Celsius. ഒരു പ്രോബ്ലമാണ്, 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ഇവിടെ EMF ഓഫ് ദ ഫോളോയിങ് സെല്ല് കാണാനാണ് കണ്ടിരിക്കുന്നത്. ഞാൻ സ്റ്റിക്ക് യൂസ് ചെയ്തുകൊണ്ടുള്ള നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഒരു പ്രോബ്ലമാണ്. ദെൻ ഫിഫ്ത്ത് വൺ, സ്കെച്ച് TGA and DTA profile of calcium oxalate CaC2O4 H2O. TGA thermogravimetric analysis and differential thermal analysis of calcium oxalate വരയ്ക്കാനാണുള്ളത്. ജസ്റ്റ് ഒരു ഗ്രാഫുള്ളൂ, ഗ്രാഫിൽ ടെമ്പറേച്ചറൊക്കെ മെൻഷൻ ചെയ്തിട്ട് ജസ്റ്റ് വരയ്ക്കാനുള്ളതാണ് പറയുന്നത്. സിക്സ്ത് വൺ, സ്റ്റേറ്റ് പിയർ ലാംബർട്ട്സ് ലോ, റൈറ്റ് ഡിഫറൻഷ്യൽ ഫോം. അതായത് സ്പെക്ട്രോസ്കോപ്പിയിലൊരു ലോ ആണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോ ആണ്. ആ ലോയുടെ അതിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റും ജസ്റ്റ് അതിൻ്റെ ഒരു ഡിഫറൻഷ്യൽ ഫോം മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഉണ്ട്, അത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ സെവൻത്ത്, കാൽക്കുലേറ്റ് ദ ഹാർഡ്നെസ് ഓഫ് 0.05 മോളാർ കാൽഷ്യം ക്ലോറൈഡ് സൊല്യൂഷൻ. ഇത് ഗ്രൂപ്പ് എയുടെ കെമിസ്ട്രി പോർഷനിൽ ഞാൻ പ്രോബ്ലംസ് ന്യൂമറിക്കൽസ് ബേസ്ഡ് ഓൺ ഹാർഡ്നെസ് ഉള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ പ്രോപ്പറായിട്ട് കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ഹാർഡ്നെസ് കാണാനുള്ളതൊക്കെ. മോളാർ തന്നാലും, ഇൻ കേസ് ഓഫ് മോളാറിൽ തന്നാൽ, ഇൻ കേസ് ഓഫ് നോർമാലിറ്റിയിൽ തന്നു കഴിഞ്ഞാൽ, അതേപോലെ ഡിഫറെൻറ്റ് വാല്യൂസ് അങ്ങനെയൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഹാർഡ്നെസ് ന്യൂമറിക്കൽസ് ബേസ്ഡ് ഓൺ ഹാർഡ്നെസ് എന്നുള്ളൊരു വീഡിയോ ഉണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ കഴിയും.
ദെൻ 8th വൺ എക്സ്പ്ലെയിൻ ഓസോൺ ലെയർ ഡിപ്ലഷൻ. അതൊക്കെ ഒരു കോമൺ ആയിട്ടുള്ളതും നിങ്ങളുടെ സിലബസിൽ പ്രത്യേകമായിട്ട് പറയുന്ന പോർഷനാണ്. ഈസി ആയിട്ടുള്ളതാണ്. അതൊക്കെ പെട്ടെന്ന് തന്നെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇങ്ങനെ ഒന്നാമത്തെയും രണ്ടാമത്തെയും ക്വസ്റ്റ്യൻ ഫസ്റ്റ് മോഡ്യൂളിൽ നിന്നും CO എന്ന് പറയുന്നത് കോഴ്സ് ഔട്ട്കമാണ്. ദാറ്റ് ഈസ് ദ മോഡ്യൂൾ നമ്പേഴ്സാണ് CO എന്ന് എഴുതിയിരിക്കുന്നത്. ദെൻ തേർഡും ഫോർത്തും സെക്കൻഡ് മൊഡ്യൂൾ, 5th 6th തേർഡ് മൊഡ്യൂൾ, 7th 8th ഫോർത്ത് മൊഡ്യൂൾ. ഇങ്ങനെ ഓരോ മൊഡ്യൂളിൽ നിന്നും 2 ക്വസ്റ്റ്യൻസ് വീതം 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ്. അവിടെ ഓപ്ഷൻ ഒന്നും ഉണ്ടായിരിക്കുന്നതല്ല. നിങ്ങൾ എഴുതിയെങ്കിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ദാറ്റ് ഈസ് അവിടെ 24 മാർക്സ് ടോട്ടൽ പാർട്ട് ചെയ്യുന്നത് 24 മാർക്സാണ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനുണ്ടാവുക. ദെൻ പാർട്ട് ബി, ആൻസർ എനി വൺ ഫുൾ ക്വസ്റ്റ്യൻ ഫ്രം ഈച്ച് മൊഡ്യൂൾ. ഈച്ച് ക്വസ്റ്റ്യൻസ് കാരീസ് 9 മാർക്സ്. ഓരോരോ മൊഡ്യൂളിൽ നിന്നും 2 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. 9 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. പക്ഷേ അവിടെ ഓപ്ഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ഒന്നുകിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യാം, അതല്ലെങ്കിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. മൊഡ്യൂൾ 1ൽ നിന്നുള്ള ഡിസ്ക്രൈബ് ദ വേരിയസ് സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് പോർട്ട്ലാൻഡ് സിമെൻറ്റ്. പോർട്ട്ലാൻഡ് സിമെൻറ്റിൻ്റെ ഡിഫറെൻറ്റ് മാനുഫാക്ചറിങ് സ്റ്റെപ്പ് ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ 5 മാർക്ക് ക്വസ്റ്റ്യനാണ്. 5 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അതിൽ പാർട്ട് ബി മീൻസ് ഓപ്ഷൻ സബ് ക്വസ്റ്റ്യൻ ബി പാർട്ട്, എക്സ്പ്ലെയിൻ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് കണ്ടക്റ്റിംഗ് പോളിമേഴ്സ്. കണ്ടക്റ്റിംഗ് പോളിമേഴ്സിൻ്റെ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വിത്ത് എക്സാമ്പിളൊക്കെ ഉണ്ടാവും. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയാൽ 4 മാർക്സ് ക്വസ്റ്റ്യനാണ്. ദെൻ 9ാമത്തെ ക്വസ്റ്റ്യനാണ്. ദെൻ 10th വൺ ഒന്നുകിൽ 9th അറ്റൻഡ് ചെയ്യുക, അതല്ലെങ്കിൽ 10th അറ്റൻഡ് ചെയ്യുക. അറ്റൻഡ് ചെയ്യുന്നത് കംപ്ലീറ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്തോണം. അതല്ലാതെ 9th സ്റ്റാർട്ട് ചെയ്യുക, ദെൻ 10th ബാക്കി സ്റ്റാർട്ട് ചെയ്യുക, അതല്ലെങ്കിൽ 10th B സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയില്ല. ഓക്കെ, 10th വൺ എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് ബോംബ് കലോറിമീറ്റർ ഫോർ ഡിറ്റർമിനിങ് കലോറിഫിക് വാല്യൂ ഓഫ് എ സോളിഡ് ഫ്യൂവൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ നീറ്റ് ഡയഗ്രാം. അതിനും 5 മാർക്ക് ക്വസ്റ്റ്യനാണ്. ദെൻ ബി പാർട്ട്, ബ്രീഫ്ലി ഔട്ട്ലൈൻ ദ ഫോളോയിങ് പ്രോപ്പർട്ടീസ് ഓഫ് ലൂബ്രിക്കൻസ്, വിസ്കോസിറ്റി ഇൻഡെക്സ്, ദെൻ ഫ്ലാഷ് ആൻഡ് 5 പോയിൻറ്റ്സ്. ഇവിടെ 4 മാർക്ക് ക്വസ്റ്റ്യനാണ്. ഒന്നുകിൽ 9th വൺ അറ്റൻഡ് ചെയ്യുക, കംപ്ലീറ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യുക, അതല്ലെങ്കിൽ 10th വൺ കംപ്ലീറ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യുക. Then go to module 2. Second module questions, explain the construction and working of H2O2 fuel cells. List any 2 applications. H2O2 hydrogen oxygen fuel cell very important ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഗ്രൂപ്പ് എക്കാർക്കാണെങ്കിൽ ഗ്രൂപ്പ് സിക്കാർക്കാണെങ്കിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അവിടെ H2O2 ഫ്യൂവൽ സെല്ലിനെ പറ്റി ഒന്ന് പഠിക്കുക. ഡയഗ്രം ഒക്കെ ഉണ്ട്, അതിൻ്റെ ആപ്ലിക്കേഷൻസും പഠിച്ചു പോവുക. 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. Then B part, explain the principle of electrolyte splitting. Write the reactions involved in the electrolyte splitting of copper. Electrolyte splitting ഒക്കെ ഉള്ള ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റിയാക്ഷൻസും സ്റ്റെപ്സൊക്കെ പഠിച്ചിട്ട് പോവാം. ദെൻ മൊഡ്യൂൾ 2ൽ തന്നെയുള്ള സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഓപ്ഷൻ ആയിട്ടുള്ള സെക്കൻഡ് ക്വസ്റ്റ്യൻ, 12th ക്വസ്റ്റ്യൻ, explain the construction and working of calomel electrode as a reference electrode. What is the variation in the potential of calomel electrode with change in chloride ion concentration? ഈ calomel electrode നമ്മൾ KClൻ്റെ കോൺസെൻട്രേഷനൊക്കെ പറയുന്നുണ്ട്. ഇവിടെ ക്ലോറൈഡ് അയൺ കോൺസെൻട്രേഷൻ മാറുന്നതിനനുസരിച്ച് ഇതിൻ്റെ പൊട്ടൻഷ്യൽ എങ്ങനെയാണ് വേരിയേഷൻ വരുന്നതെന്നുള്ളൊരു റിലേഷനൊക്കെ ഉണ്ട്. അതാണ് ചോദിച്ചിരിക്കുന്നത്. 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ദെൻ എക്സ്പ്ലെയിൻ ദ മെക്കാനിസം ഓഫ് ഇലക്ട്രോകെമിക്കൽ കൊറോഷൻ ഓഫ് അയൺ ഇൻ ഓക്സിജൻ റിച്ച് അസിഡിക് എൻവയോൺമെൻറ്റ്. ഇലക്ട്രോകെമിക്കൽ കൊറോഷനാണ്. അതും എക്സ്പ്ലെയിൻ ചെയ്തൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് നോക്കിക്കോളാം. ദെൻ മൊഡ്യൂൾ 3 നിന്നും ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പൽ, ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് GC. GC മീൻസ് ഗ്യാസ് ക്രോമറ്റോഗ്രഫി. 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. Then explain the various modes of vibration possible in H2O molecule. Which of them are IR active? Give reasons. നിങ്ങളുടെ സിലബസിൽ കൊടുത്തിരിക്കുന്നത് H2O, CO2 മീൻസ് വാട്ടർ മോളിക്യൂളിൻ്റെയും കാർബൺ ഡൈഓക്സൈഡ് മോളിക്യൂളിൻ്റെയും ലീനിയർ ആൻഡ് നോൺ ലീനിയർ മോളിക്യൂൾസിൻ്റെ വൈബ്രേഷണൽ മോഡ്സ് കാണാനുള്ള ഇക്വേഷൻസ് ഒക്കെ ഉണ്ട്. അത് വെച്ചിട്ട് വൈബ്രേഷണൽ മോഡ്സ് വരിക, അതിലേതൊക്കെയാണ് IR ആക്റ്റീവ് ആയെന്നുള്ളത് ക്വസ്റ്റ്യൻ ഉണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ദെൻ 14th വൺ, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പൽ ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ ഓഫ് SEM. SEM മീൻസ് സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. അതും വിത്ത് ഡയഗ്രമായിട്ട് വരച്ച് പഠിക്കാനുണ്ട്. ദെൻ UV visible spectroscopy is also known as electronic spectroscopy. Justify the comment.
യു വി വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി എന്തുകൊണ്ടാണ് ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്? നിങ്ങളുടെ കമാൻഡ് ജസ്റ്റിഫൈ യുവർ ആൻസർ. ദാറ്റ് ഈസ് ഇലക്ട്രോണിക് എക്സൈറ്റേഷനൊക്കെയാണ് ഇത് എഫക്റ്റ് ചെയ്യുന്നത്. അങ്ങനെ അതിനെപ്പറ്റി കുറച്ച് പഠിച്ചിട്ട് എഴുതുക കേട്ടോ. Then module 4, fourth module questions. Explain trickling filter process. water treatmentil process aanadu trickling filter process. Sewage water treatment. Then describe various disinfection methods like chlorination or UV application of UV light, ozonolysis ഒക്കെ എന്താണ് disinfection methods ആണ്. അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത് 4 മാർക്ക്. Then 16th ഓപ്ഷൻ ക്വസ്റ്റ്യൻ ആണ്. Describe the methods of സോളിഡ് വേസ്റ്റ് ഡിസ്പോസൽ. ഡിഫറെൻ്റ് ആയിട്ടുള്ള സോളിഡ് വേസ്റ്റ് ഡിസ്പോസൽ ഇതൊക്കെയാണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുക. ദെൻ വാട്ട് ആർ ദ വേരിയസ് സോഴ്സസ് ഓഫ് എയർ പൊല്യൂഷൻ ആൻഡ് ഹൗ ക്യാൻ ദിസ് ബി കൺട്രോൾഡ്. എയർ പൊല്യൂഷനെ പറ്റിയുള്ളതാണ്. അതായത് 4th മൊഡ്യൂളിലെ ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓസോൺ ഡിപ്രഷൻ അതേപോലെ എയർ പൊല്യൂഷനൊക്കെ ഉണ്ട്. അതിനെപ്പറ്റി ആണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇത്രയാണ് ഗ്രൂപ്പ് സിയുടെ കെമിസ്ട്രി മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ KTU പുറത്തുവിട്ടിരിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് എന്തായാലും പാർട്ട് എയും പാർട്ട് ബി ഉണ്ടായിരിക്കും. പാർട്ട് എയിൽ 24 മാർക്സും പാർട്ട് ബിയിൽ 36 മാർക്സുമാണ്. ടോട്ടൽ ഓഫ് 60 മാർക്സ്. 2 hours and 30 minutes ആണ് ഇതിൻ്റെത് ഡ്യൂറേഷൻ ഉണ്ടാവുക. ദെൻ ഇതിൽ അറ്റ്ലീസ്റ്റ് 24 മാർക്സ് നിങ്ങൾ സ്കോർ ചെയ്യണം പാസ് മാർക്കായിട്ട്. ദെൻ ഇൻറ്റേർണൽ മാർക്ക് എക്സ്ട്രാ ഉണ്ടെങ്കിലൊന്നും കുഴപ്പമില്ല. ടോട്ടൽ ഓഫ് ഇൻറ്റേർണലും എക്സ്റ്റേണലും കൂടെ ടോട്ടൽ 50 ഉണ്ടായിരിക്കുകയും വേണം. ഈ എൻഡ് സെമസ്റ്റർ എക്സാമിനേഷന് അവിടെ 24 മാർക്സ് നിങ്ങൾ റിട്ടേൺ ആയിട്ട് തന്നെ എഴുതിയിരിക്കുകയും വേണം. എന്നെങ്കിൽ മാത്രമേ ഫുൾ പാസ്സാവുള്ളൂ.